ഓം ബിർളയെ ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെയാണ് പാസ്സാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് ഓം ബിർളയെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर विराजमान हो रहे हैं। आपको और इस पूरे सदन को मेरी तरफ से मैं बहुत बहुत बधाई Shri Om Birla is declared elected as the Speaker of this House. Since the first motion moved by Shri Narendra Modi has been adopted, the motions moved thereafter have become infructuous. I invite Shri Om Birla to occupy the chair. आपके चेयर है, आप संभालें प्लीज। ഓം ബിർള രണ്ടാം തവണയും സ്പീക്കർ പദവിയിലെത്തിയത് സഭയുടെ ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷവും ഇന്ത്യയുടെ ശബ്ദമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. This House represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആർക്കെ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല, പക്ഷേ ഒരു ഡിവിഷൻ ആവശ്യപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ശബ്ദ വോട്ടിന് വഴങ്ങിയത്, അവിടെ ഒരു ഡിവിഷൻ ആവശ്യപ്പെടാതിരുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രതീകാത്മക പോരാട്ടമാണ് നടത്തിയതെന്ന് കോൺഗ്രസ് പിന്നീട് വിശദീകരിച്ചെങ്കിലും കുറച്ചുകൂടി ബലപരീക്ഷണത്തിന് സാധ്യത ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാവും പ്രതിപക്ഷം അത് ഉപയോഗിക്കാതിരുന്നത്? വിജയൻ സൂചിപ്പിച്ചതുപോലെ തങ്ങൾ ഉന്നയിച്ച നിലപാട്, ആ നിലപാട് പ്രതിഫലിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരൊരു ഡിവിഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് പോയില്ല. പകരം ശബ്ദ വോട്ടോടുകൂടി സ്പീക്കറായിട്ട് ഓം ബിർളയെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ പ്രസ്താവനയെ അവരും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാഷ്ട്രീയമായിട്ട് ഇന്ത്യ മുന്നണി വളരെ ശക്തമായിട്ടുള്ളൊരു സന്ദേശം സർക്കാരിന് നൽകാൻ സാധിച്ചു എന്ന സംതൃപ്തിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ആവർത്തിച്ച് സർക്കാർ ആവശ്യപ്പെട്ടിട്ടും ഐകകണ്ഠേന സ്പീക്കറിനെ തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന അഭ്യർത്ഥന അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ആദ്യഘട്ടങ്ങളിൽ ചില സംശയങ്ങൾ ചില പാർട്ടികളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെയും NCPയുടെയും ഭാഗത്ത് നിന്ന്, ശരത് പവാർ NCP വിഭാഗത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നിലപാട് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ഘടകകക്ഷികളോട് സംസാരിക്കാനും ആ പിന്തുണ
കോൺഗ്രസിന് ഉറപ്പാക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഇത് കോൺഗ്രസ് നേട്ടമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ തങ്ങൾക്ക് സഭയിൽ സാധിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിശ്വാസം. അത് അനുസരിച്ചാണ് അവർ രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നത്. വരുന്ന നാളുകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്ന് സ്വീകരിച്ച അതേ തന്ത്രം ഉപയോഗിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഈ ഒരു അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇനി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കാനായി പോകുന്നത്. ഭരണപക്ഷത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റ് പല പേരുകളും പരിഗണിച്ചതിന് ശേഷമാണ് അവസാനം 17ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ തന്നെ 18ാം ലോക്സഭയുടെയും സ്പീക്കറായിട്ട് നിർദ്ദേശിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ആ പ്രമേയത്തെ BJPയുടെ മുതിർന്ന നേതാക്കളും ഘടകകക്ഷികളുടെ നേതാക്കന്മാരും എല്ലാം പിന്തുണച്ചു. സർക്കാരിനെ സംബന്ധിച്ചും ആശ്വസിക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനായി അല്ലെങ്കിൽ ഘടകകക്ഷികളെ ഉറപ്പിച്ചു നിർത്താനായി തങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവർ നടത്തുകയും ചെയ്യുന്നത്. വിജയ്. യെസ്, സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. ശബ്ദ വോട്ടോടെ ഓം ബിർളയെ വീണ്ടും തെരഞ്ഞെടുത്തു. ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഇന്ത്യയുടെ ശബ്ദമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.